എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. SLCയുടെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഫിസിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഫിസിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിലാകത്തെ പാർട്ടിൽ ഉള്ള ചാപ്റ്റേഴ്സ് ഇതൊക്കെയാണ്: സൗണ്ട് വേവ്സ്, ലെൻസസ്, ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ, മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇതിൽ സൗണ്ട് വേവ്സ് ആണ് എക്സ്ട്രാ ആയിട്ട് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ സിലബസിൽ ഇല്ലായിരുന്നു സൗണ്ട് വേവ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ സൗണ്ട് വേവ്സ് പഠിക്കാനുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. പിന്നെ ലെൻസസ് ആണ്. ലെൻസസ് കഴിഞ്ഞ വർഷം ഓൾറെഡി ഉള്ളതായിരുന്നു, അതുപോലെ തന്നെയുണ്ട്. പിന്നെ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് ദ വിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചാപ്റ്ററാണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ചാപ്റ്ററാണ്. അതും കഴിഞ്ഞ വർഷം ഉള്ളതാണ്, അത് അതേപടി തന്നെയുണ്ട്. അതുപോലെ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചാപ്റ്ററാണ്, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതാണ്. അപ്പം ചാപ്റ്റേഴ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിയെന്നുള്ളൂ. എക്സ്ട്രാ ആയിട്ട് വന്നിരിക്കുന്നത് സൗണ്ട് വേവ്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോകാം കേട്ടോ. സൗണ്ട് വേവ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനേക്കാളും ഇച്ചിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ള. ഫ്രീക്വൻസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാറുണ്ട്. പിന്നെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ഹയർ ക്ലാസ്സുകളിലേക്ക് വേണ്ട കാര്യങ്ങൾ +1 +2 വരുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ബേസിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് കൂടുതലായിട്ടും ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ ബേസ് ആണ് കേട്ടോ. അത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിക്കാൻ തുടങ്ങുമ്പോൾ പഠിച്ച് തന്നെ പോകണം. എങ്കിലേ ഉള്ളൂ ഹയർ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയൊക്കെ എടുക്കാൻ സാധിക്കത്തുള്ളൂ കേട്ടോ. ശരിക്കും ബേസ് തന്നെയാണ്, +1 +2 ബേസ് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ലെൻസസ് ആണ്. ലെൻസസുകളെ കുറിച്ച് കഴിഞ്ഞ വർഷം ഉള്ളത് തന്നെയാണ് കേട്ടോ. നിങ്ങൾ മിററിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ലെൻസസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കില്ല. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ തന്നെയാണ്. ഇതിൽ ഒരുപാട് ഫിനോമിനാസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഏത് ലെൻസുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്, നമ്മൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും നിങ്ങൾ ഹയർ ക്ലാസ്സുകളിൽ, അതായത് +2 വരുമ്പോൾ പ്രാക്ടിക്കലൊക്കെ ചെയ്യാറുണ്ട് ലെൻസ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബേസ് ആണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്. നല്ലപോലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പ്രോബ്ലംസ് ഒക്കെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നല്ലോണം ചോദിക്കുന്നതാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചാപ്റ്റർ തന്നെയാണ് ഈ ലെൻസസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും. നിങ്ങൾ പോർഷൻസ് കണ്ട് വിഷമിക്കൊന്നും വേണ്ട, ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് കേട്ടോ ഈ ലെൻസസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്തൊരു ചാപ്റ്ററാണ് ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. കാരണം റെയിൻബോയിനെ കുറിച്ച് പഠിക്കാനുണ്ട്. നമ്മുടെ നാച്ചുറൽ ഫിനോമിനാസ് ഒക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. സ്കൈയുടെ കളറിനെ കുറിച്ചും സ്കാറ്ററിങ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ തന്നെയായിരിക്കും ഈ ഒരു വിഷൻ ആൻഡ് വേൾഡ് ഓഫ് കളേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഉള്ളത് തന്നെയായിരുന്നു കേട്ടോ. അതേ കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. നമ്മൾ കളറൊക്കെ എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത്, ഓരോരോ കളറുകളൊക്കെ എങ്ങനെയാണ് വരുന്നത്, അതിനെക്കുറിച്ചൊക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്. ഈസി ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ് കേട്ടോ. അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിൻ്റെ ഒരു എഫക്റ്റാണ് മാഗ്നറ്റിക് എഫക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഇത് നമ്മുടെ ഡെയിലി ലൈഫിൽ പല സിറ്റുവേഷൻസിലും ഉപയോഗിക്കുന്നതാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചാപ്റ്ററാണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 2nd ചാപ്റ്റർ ആയിട്ടുണ്ടായിരുന്നതാണ്. അപ്പം ഇതിൻ്റെയൊക്കെ കണ്ടിന്യൂഷൻ ഞാൻ ഹയർ ക്ലാസ്സുകളിലേക്ക് വരുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം. അപ്പം ആദ്യമേ തൊട്ടേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോവുക. മാഗ്നറ്റിസത്തെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കണം. അപ്പം നമ്മൾ ഓൾറെഡി മാഗ്നറ്റിസം ചെയ്തിട്ടുണ്ട്, ഇവിടെ ബേസിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ചെയ്യാൻ നേരത്തെ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നതിന് മുന്നേ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഏതൊരു ചാപ്റ്ററിനെ ആണെങ്കിലും കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്രയും 4 ചാപ്റ്റർ, ഇതാണ് 4 ചാപ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ മാഗ്നറ്റിസം, ഈ ഒരു മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടല്ലോ, മാഗ്നറ്റിസം നമുക്ക് ഡെയിലി ലൈഫിൽ കാണുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. MRI ഒക്കെ ഉണ്ടല്ലോ. അപ്പം ട്രെയിന്, ഇലക്ട്രിക് മോട്ടർ, ഇതൊക്കെ ഇതിൽ വരുന്നതാണ് കേട്ടോ. മാഗ്നറ്റിക് എഫക്റ്റ് ആണ്. ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിയുമ്പോൾ മാഗ്നറ്റിസം അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ചാപ്റ്റർ തന്നെയാണ് കേട്ടോ. മോട്ടോർ പ്രിൻസിപ്പിളൊക്കെയാണ് ഇതിലുള്ളത്. അപ്പം ഇതൊക്കെയാണ് നിങ്ങളുടെ പാർട്ട് 1 സിലബസിലുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്. എളുപ്പമാണ്, വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. കഴിഞ്ഞ വർഷത്തേനെ അപേക്ഷിച്ച് ഒരു ചാപ്റ്റർ കയറി വന്നു, സൗണ്ട് വേവ്സ് കയറി വന്നു, അതാണുള്ളൊരു മാറ്റം. ബാക്കിയെല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എളുപ്പമുള്ള ചാപ്റ്റർ തന്നെയാണ്. അപ്പം നമുക്ക് ഈസി ആയിട്ട് തന്നെ പഠിച്ചു പോകാം. ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക കേട്ടോ. പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് വായിച്ച് നോക്കുക. വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.